വൈറ്റമിൻ ഇ റിച്ച് ആണ് നിലക്കടല. നമ്മുടെ സ്കിൻ ഹെൽത്തിനും അതുപോലെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ ഇ. തലമുടിയുടെ ഹെൽത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കൂടാതെ ഓർഗൻ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നമ്മുടെ എല്ലാ ഓർഗൻസും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ക്രോണിക് ഡിസീസസിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന നിലയ്ക്ക് ഫ്രീ റാഡിക്കൽ മെക്കാനിസം തടയുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ വൈറ്റമിൻ ഇയെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, അതിന് ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ആർട്ടീരിയോ സ്ക്ലിറോസിസ്, നമ്മുടെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ തടയാൻ വൈറ്റമിൻ ഇക്ക് സാധിക്കും. അപ്പോൾ അത് നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസ് കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ അതൊരു പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു വഴിയാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ചെറിയ തോതിൽ സപ്ലിമെൻറ്റ്സ് ഡോക്ടർമാർ ചില രോഗികൾക്ക്, പ്രത്യേകിച്ചും പ്രായം കൂടിയ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നിലക്കടല കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ അതിലൂടെ കിട്ടും. വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, അവോക്കാഡോ പോലുള്ള ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, അഫോർഡബിൾ ആണ്. അവോക്കാഡോ എല്ലാം കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. പക്ഷേ നിലക്കടല അങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം ഇത് ഷുഗർ ഉള്ളവർക്കും കൊടുക്കാം. ബ്ലഡ് ഷുഗർ സ്പൈക്ക് നിലക്കടല കഴിച്ചാൽ ഉണ്ടാവില്ല. ഒരു ലോ GI ഫുഡാണ് നിലക്കടല. അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് 14 ഉള്ളൂ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇതിന് നിലക്കടലയ്ക്ക്. അപ്പം ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. അപ്പം ഏജ്ഡ് പോപ്പുലേഷനിൽ ഇങ്ങനെ ഒരു റോൾ വൈറ്റമിൻ ഇക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിലക്കടലയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കൂ.